നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. മഹാത്മജിയുടെ സ്മരണയിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം. രാഷ്ട്രപിതാവിന്റെ ഘാതകന്റെ പ്രതിമ സ്ഥാപിച്ച് രാജ്യത്ത് ചിലർ ആരാധിക്കുന്നത് വേദനാജനകമെന്ന് മന്ത്രി VN വാസവൻ. കോട്ടയം KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ് പിന്നോട്ടുരുണ്ടു. പ്രസ് ക്ലബിന്റെയും PWD ഓഫീസിന്റെയും മതിൽ ഇടിച്ചു തകർത്തു. അപകടമുണ്ടാകുന്നത് രണ്ടാം പ്രാവശ്യം. വല്യന്നം എഴുന്നള്ളി. നീലംപേരൂർ പടയണിക്ക് അനുഗ്രഹീത സമാപ്തി. അനുഗ്രഹം തേടാൻ ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം ആഘോഷിച്ചു. ജനാധിപത്യത്തെ തകർക്കാൻ ആരെയും അനുവദിക്കുന്നില്ലെന്നതാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ നാം എടുക്കേണ്ട പ്രതിജ്ഞയെന്ന് ജില്ലാതല ഗാന്ധി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി VN വാസവൻ പറഞ്ഞു. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നതാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ എടുക്കേണ്ട പ്രതിജ്ഞയെന്ന് സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തിരുനക്കര ഗാന്ധി ചത്തുരത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. രാഷ്ട്രപിതാവിന്റെ ഘാതകനായ ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിച്ച് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ചിലർ ആരാധിക്കുന്നുവെന്നത് വേദനാജനകമാണെന്നും മന്ത്രി പറഞ്ഞു. രാഷ്ട്രപിതാവിനെ 1948 ജനുവരി 30 ബിർള ഹൗസിൽ വെടിവെച്ച് ഉൾപ്പെടുത്തിയ രക്തദാഹിയായ നഥുറാംബിനായ ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിച്ച് ആരാധിക്കുന്ന രൂപത്തിലേക്ക് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില കേന്ദ്രങ്ങൾ വരുന്നു എന്നത് വേദനാജനകവും നമ്മളെല്ലാം വിഷമിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ. ഉദ്ഘാടന ചടങ്ങിന് മുൻപ് ഗാന്ധി ചത്തുരത്തിലെ ഗാന്ധി പ്രതിമയിൽ മന്ത്രി VN വാസവൻ, അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്നിവരുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് MP ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ, കോട്ടയം നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, നഗരസഭാ വൈസ് പ്രസിഡന്റ് B ഗോപകുമാർ, നഗരസഭാംഗം ജയമോൾ ജോസഫ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P ആനന്ദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ജാഗ്രതാ ജ്യോതി നടത്തി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചായിരുന്നു പരിപാടി. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം വിപുലമായി ആചരിച്ചു. ലഹരി വിരുദ്ധ ജാഗ്രതാ ജ്യോതി എന്ന പേരിലായിരുന്നു വേറിട്ട പരിപാടി. ഇതോടനുബന്ധിച്ച് നടന്ന ലഹരി വിരുദ്ധ റാലി സ്കൂൾ കവാടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം TN ഗിരീഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി പൊൻകുന്നം പട്ടണം ചുറ്റി സമാപിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്ലക്കാർഡുകൾ ഏന്തിയാണ് കുട്ടികൾ റാലിയിൽ പങ്കുചേർന്നത്. തുടർന്ന് കുട്ടികൾ എഴുതി സംവിധാനം ചെയ്ത ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി തരുന്ന തെരുവ് നാടകവും അരങ്ങേറി. രാഹുൽ, ഇതിവിടെ നിർത്തിക്കോ, അതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിലോ എന്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ട കാര്യമില്ല. ഇതറിയുമ്പോൾ നിന്റെ അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കും. നീ പിന്നീട് ഇത് ആലോചിച്ച് ദുഃഖിക്കേണ്ടി വരും. ഞാൻ ഇത് പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യും. നീ കംപ്ലൈന്റ് ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. എടാ, അവളെ സൂക്ഷിക്കണം, എന്തെങ്കിലും ചെയ്യണം. അറിയാലോ, അവൾ കംപ്ലൈന്റ് ചെയ്ത ആകെ നാണക്കേടാ. സ്വപ്നയും രാഹുലും കണ്ടുമുട്ടുന്നു. കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ശ്രദ്ധ നേടി. XACI നിജു ബോധവൽക്കരണ സന്ദേശം നൽകി. ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് മനസ്സിലാക്കുകയും ആ വിപത്തുകൾ അവരവരുടെ കുടുംബങ്ങളിലും ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങളിലും എത്തിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്കിതിന്റെ ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ഈ ലഹരി മുഴുവൻ നിരോധിച്ചു കളയാമെന്നോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളയാമെന്നോ വിചാരിച്ചാൽ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ തരത്തിലായിരിക്കില്ല അതിന്റെ പ്രതിഫലം നമ്മൾ കാണുക. അതുകൊണ്ട് നല്ല നിയന്ത്രണങ്ങളിലൂടെ നമ്മളിത് പതുക്കെ മാത്രമേ നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ എന്ന ചിന്തയിലൂടെ മറ്റുള്ളവരിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ നമുക്ക് ഏവർക്കും ഉത്തരവാദിത്വമുണ്ട്. അത് കഴിയണം.
തുടർന്ന് കുട്ടികൾ പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ ഉപയോഗത്താൽ യൗവനത്തിൽ തന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന തലമുറയാണ് ഇന്നുള്ളതെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. പുതുതലമുറ ഗാന്ധിജിയുടെ ജീവിതത്തെ വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് എൻ ജയരാജ് പറഞ്ഞു. പുതിയ തലമുറ തീർച്ചയായിട്ടും ഗാന്ധിജിയുടെ നന്മകൾ, ഗാന്ധിജിയുടെ ജീവിതത്തെ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഒരാവശ്യമാണ്. മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് എന്ന എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന പുസ്തകം ഒരുപക്ഷെ എൻ്റെ ഭാഗങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുക എങ്കിൽ ആ പുസ്തകം പൂർണ്ണമായി തന്നെ വായിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ലൈബ്രറിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ശുചീകരണം നടത്തുന്നതിന് കുട്ടികൾക്ക് ധരിക്കുന്നതിനായി കാഞ്ഞിരപ്പള്ളി തണലിന്റെ നേതൃത്വത്തിൽ ഗ്ലൗസുകൾ നൽകി. കൂടാതെ തണലിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും നടത്തി. ഗവൺമെന്റ് സ്കൂൾ പ്രിൻസിപ്പൽ നിയാസ് എം എച്ച്, ചിറക്കടവ് പഞ്ചായത്ത് അംഗങ്ങളായ സുമേഷ് ആൻഡ്രൂസ്, ശ്രീലത സന്തോഷ്, PTA പ്രസിഡന്റ് ജെനീവ് PG തുടങ്ങിയവർ പങ്കെടുത്തു. NSS യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ ഉൾവശവും പരിസരവും ശുചീകരിച്ചു. കാട് വെട്ടിത്തെളിച്ചും പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പെറുക്കി മാറ്റിയും കുട്ടികൾ ശ്രമദാനത്തിൽ പങ്കാളികളായി. സ്കൂളിൽ NSS യൂണിറ്റ് ആരംഭിച്ചതിനു ശേഷം ആദ്യം നടന്ന പരിപാടിയായിരുന്നു ഇത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടയണിക്ക് അനുഗ്രഹീത സമാപ്തി. ഓണപ്പിറ്റേന്ന് അവിട്ടം നാളിൽ ചൂട്ടുവെച്ച് ആരംഭിച്ച 16 ദിനം നീണ്ട പടയണിക്കാലത്തിനാണ് ആയിരക്കണക്കിന് ഭക്തരുടെ പ്രാർത്ഥനകളോടെ സമാപനമായത്. പ്രസിദ്ധമായ നീലംപേരൂർ പൂരം പടയണിക്ക് ഭക്തിപൂർവമായ സമാപനം. അവിട്ടം നാളിൽ ചൂട്ടുവെച്ച് ആരംഭിച്ച പടയണി ചടങ്ങുകൾക്ക് വലിയന്നങ്ങളും ചെറിയന്നങ്ങളും മറ്റു കോലങ്ങളും പടയണിക്കളത്തിൽ എത്തിയതിനു ശേഷം സിംഹം എഴുന്നള്ളിയതോടെ സമാപനമായി. കല്യാണ സൗഗന്ധികം തേടിപ്പോയ ഭീമസേനൻ ഗന്ധമാദനഗിരി പർവ്വത താഴ്വരയിൽ മാനസ സരോവരത്തിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ചയാണ് പൂരം പടയണിയായി ആവിഷ്കരിച്ചത്. പ്രകൃതിയിലെ 5 വർണ്ണങ്ങൾ കൊണ്ടാണ് അന്നങ്ങളെ ഒരുക്കുന്നത്. ചേരമാൻ പെരുമാൾ കോവിലിൽ പോയി അനുവാദം വാങ്ങിയ ശേഷമാണ് ചടങ്ങുകൾ തുടങ്ങിയത്. 2 വലിയ അന്നവും 2 ചെറിയ അന്നങ്ങളുമാണ് ഇത്തവണ എഴുന്നള്ളിയത്. ദേവീനടയിൽ 2 ചെറിയ അന്നങ്ങളും ഭക്തർ കാഴ്ചവെച്ച 75 പുത്തൻ അന്നങ്ങളും ഉണ്ടായിരുന്നു. ഇതോടൊപ്പം ശ്രീനാരായണ ഗുരുദേവൻ, പൊയ്യാന, സിംഹം, ഭീമസേനൻ, നാഗയക്ഷി, രാവണൻ, ഹനുമാൻ, ശ്രീരാമൻ, ബുദ്ധൻ എന്നീ കോലങ്ങളും വല്യന്നങ്ങൾക്കൊപ്പം പടയണിക്കളത്തിൽ എഴുന്നള്ളി. ആയിരക്കണക്കിന് ഭക്തർ പടയണി ചടങ്ങുകളിൽ പങ്കെടുത്ത് അനുഗ്രഹം ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ് പിന്നിലോട്ട് ഉരുണ്ട് കോട്ടയം പ്രസ് ക്ലബിന്റെയും PWD ഓഫീസിന്റെയും മതിൽ ഇടിച്ചു തകർത്തു. ഈ സമയം ബസ്സിൽ യാത്രക്കാരും ഉണ്ടായിരുന്നില്ല. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ബസ് തനിയെ ഉരുണ്ടുവന്ന് കോട്ടയം പ്രസ് ക്ലബിന്റെയും PWD ഓഫീസിന്റെയും മതിൽ തകർത്തു. ബുധനാഴ്ച രാവിലെ 11:30യോടെയായിരുന്നു സംഭവം. സ്റ്റാൻഡിൽ ബസ് നിർത്തി ബസ് ഡ്രൈവർ പുറത്തിറങ്ങിയ ഉടൻ ബസ് തനിയെ പുറകിലേക്ക് ഉരുണ്ടു നീങ്ങുകയായിരുന്നു. TB റോഡ് കുറുകെ കടന്നുവന്ന ബസ് പ്രസ് ക്ലബിന്റെയും PWD ഓഫീസിന്റെയും മതിലിൽ ഇടിച്ചു നിന്നു. അപകടത്തിൽ PWD ക്വാർട്ടേഴ്സിന്റെ മതിലും കോട്ടയം പ്രസ് ക്ലബിന്റെ കവാടവും തകർന്നു. ഈ സമയം ബസ്സിൽ യാത്രക്കാരും ഉണ്ടായിരുന്നില്ല. പകൽ സമയത്തായിരുന്നെങ്കിലും റോഡിൽ കൂടി കടന്നുപോയ വാഹനങ്ങളിൽ ബസ് ഇടിക്കാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. 2 മാസം മുൻപും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും നവരാത്രി ആഘോഷവും ഒക്ടോബർ 3 മുതൽ 13 വരെ നടക്കും.
പയ്യന്നൂർ പുതിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് സപ്താഹം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും നവരാത്രി ആഘോഷത്തിനും ഒക്ടോബർ 3 തിരിതെളിയും. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് യജ്ഞവേദിയിൽ ഭദ്രദീപ പ്രതിഷ്ഠ നടക്കും. തുടർന്ന് യജ്ഞാചാര്യൻ പുതിയില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഭാഗവത മാഹാത്മ്യം പാരായണം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് പാരായണം ആരംഭിക്കും. അന്നേ ദിവസം വരാഹാവതാരം പാരായണം ചെയ്യും. ഞായറാഴ്ച നരസിംഹാവതാരവും തിങ്കളാഴ്ച ശ്രീകൃഷ്ണാവതാരവും പാരായണം ചെയ്യും. ചൊവ്വാഴ്ചയാണ് ശ്രേഷ്ഠമായ രുക്മിണി സ്വയംവരം. ഒക്ടോബർ 10 വ്യാഴാഴ്ച മാർക്കണ്ഡേയ ചരിതവും തുടർന്ന് ഭാഗവത സംഗ്രഹവും പാരായണം ചെയ്യുമെന്ന് ദേവസ്വം അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വരുന്ന 10 ദിവസം സപ്താഹത്തോടനുബന്ധിച്ചാണ് നവരാത്രി ഉത്സവം നടക്കുന്നുണ്ടതാ. പൂജ വീപ്പമൊക്കെ ഇതിനോടനുബന്ധിച്ചാണതാ. നമ്മുടെ സപ്താഹം തുടങ്ങിയ അന്ന് മുതൽ ഈ വിജയദശമി നാളിലാണ് നമ്മുടെ സപ്താഹം പരിസമാപിക്കുന്നതാണ്. അപ്പോൾ പൂജ വീപ്പം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ കഥകളിയുണ്ട്, പിള്ളേരുടെ അരങ്ങേറ്റമുണ്ട്, കഥകളിയുടെ അരങ്ങേറ്റമുണ്ട്. അങ്ങനെ വിവിധ പരിപാടികളാണ് ഈ സപ്താഹത്തോടനുബന്ധിച്ച് നടക്കുന്ന നവരാത്രി ആഘോഷത്തിൽ നടക്കുന്നത്. നവരാത്രി ആഘോഷവും പഴയ പോലെ തന്നെ വളരെ ഭംഗിയായിട്ട് നടത്തുവാനാണ് നമ്മൾ ഇപ്രാവശ്യം എല്ലാ പരിപാടി ഇട്ടിരിക്കുന്നത്. 10-ാം തീയതി വൈകിട്ട് 7-നാണ് പൂജവെപ്പ്. 13-ാം തീയതി രാവിലെ 6 മുതൽ പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കും. ക്ഷേത്ര മേൽശാന്തി മീനച്ചിൽ കല്ലമ്പള്ളി ഇല്ലം വിശാഖ നാരായണൻ നമ്പൂതിരി വിദ്യാരംഭത്തിന് കാർമ്മികത്വം വഹിക്കും. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് MS മോഹൻ, MS രതീഷ് കുമാർ, PS ഗോപിക്കുട്ടൻ നായർ, VR രാധാകൃഷ്ണ കൈമൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. AAUTUCയുടെ വാഹനജാഥ കോട്ടയം ജില്ലയിൽ പര്യടനം തുടങ്ങി. ഒക്ടോബർ 5-ന് ജാഥ ചങ്ങനാശ്ശേരിയിൽ സമാപിക്കും. കോട്ടയത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി AATUC ജില്ലാ സെക്രട്ടറി VP കൊച്ചുമോൻ ക്യാപ്റ്റനായുള്ള വാഹനജാഥ തുടങ്ങി. ഇല്ലിക്കൽ കവലയിൽ സംസ്ഥാന സെക്രട്ടറി VK സദാനന്ദൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. തൊഴിലും തൊഴിലവകാശങ്ങളും സംരക്ഷിക്കുവാൻ വീറുറ്റ പ്രക്ഷോഭണത്തിൽ അണിചേരുക എന്നതാണ് സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. വിവിധ കേന്ദ്രങ്ങളിൽ NR മോഹൻകുമാർ, AG അജയ്കുമാർ, KN രാജൻ, MK കണ്ണൻ, KS ശശികല തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒക്ടോബർ 5-ന് ചങ്ങനാശ്ശേരിയിൽ ജാഥ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അയ്യപ്പ ഭക്തർക്ക് എരുമേലിയിലെ സ്നാനത്തിന് ശേഷം കുറി തൊടുന്നതിന് ഫീസ് ഈടാക്കാനുള്ള ദേവസ്വം തീരുമാനത്തിനെതിരെ BJP. ശരണം വിളിക്കും നികുതി ചുമത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്ന് BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരി പറഞ്ഞു. ഓരോ ഭക്തനിൽ നിന്നും കഴിയുന്ന തുക ഈടാക്കി ഖജനാവ് നിറയ്ക്കുക എന്ന ലക്ഷ്യമാണ് ദേവസ്വം ബോർഡിനുള്ളതെന്നും N ഹരി കുറ്റപ്പെടുത്തി. ഇനി അയ്യപ്പന്മാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ശരണം വിളിക്കാൻ, സ്വാമിയെ ശരണമയ്യപ്പ എന്നൊന്ന് വിളിക്കണമെങ്കിൽ പൈസ ദേവസ്വം ബോർഡിലേക്ക് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. ഞാനിത് പറയാൻ കാരണം, ഇവിടെ പേട്ടതുള്ളി അവർ കുളി കഴിഞ്ഞ് പ്രസാദം വാങ്ങി തൊട്ടുകൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഒരു അമ്പലത്തിൽ ചെന്ന് പ്രസാദം തുടങ്ങുന്നതിന് 10 രൂപ വാങ്ങിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ ലേലം ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഈ ഹിന്ദു സമൂഹത്തിലോടല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ കേരള സർക്കാരിൻ്റെ ഈ തികഞ്ഞ സമീപനം എങ്ങനെയും കൊള്ളയടിച്ച് ഇവിടുത്തെ ഭക്തരെ കൊള്ളയടിച്ചുകൊണ്ട് അവരുടെ ഖജനാവ് വീർപ്പിക്കുന്ന ഈ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി തൊഴുവാനും അവർക്ക് പ്രസാദം വാങ്ങുവാനും അയ്യപ്പനെ ദർശനം നടത്തുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാവണം. കോട്ടയം കോടിമത ബോട്ട് ജെട്ടിയിൽ കൊടുവരാറ്റിൽ മുങ്ങിയ കുടുംബശ്രീയുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഉയർത്താൻ ശ്രമം. ഈരാറ്റുപേട്ട നന്മക്കൂട്ടം പ്രവർത്തകരാണ് ശ്രമദാനത്തിന് എത്തിയത്. കോട്ടയം കോടിമത ബോട്ട് ജെട്ടിയിൽ കൊടുവരാറ്റിൽ മുങ്ങിയ കുടുംബശ്രീയുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഈരാറ്റുപേട്ട നന്മക്കൂട്ടം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉയർത്താൻ ശ്രമം. സെപ്റ്റംബർ 24-ാം തീയതിയാണ് കോടിമതയിലെ കുടുംബശ്രീയുടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് മുങ്ങിപ്പോയത്. തലേ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലാണ് ബോട്ട് മുങ്ങിയത്. തുടർന്ന് അന്നേ ദിവസം തന്നെ അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ ബോട്ട് ഉയർത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ടീം നന്മക്കൂട്ടം റാപ്പിംഗ് റെസ്ക്യൂ ഫോഴ്സ് റെസ്റ്റോറന്റ് ഉയർത്തുന്ന ജോലി ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മരിയ സദനത്തെ നിലനിർത്താൻ എലിക്കുളം പഞ്ചായത്തിൽ ജനകീയ കൂട്ടായ്മ. ഒക്ടോബർ 10-ന് മരിയ സദനത്തിനായി ധനസമാഹരണം നടക്കും. എലിക്കുളം പഞ്ചായത്തിൽ മരിയ സദനത്തിനായി ജനകീയ കൂട്ടായ്മ നടന്നു. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനത്തിൽ മരിയ സദനത്തിന് കൈത്താങ്ങാകുവാൻ നടത്തുന്ന ധനസമാഹരണ യജ്ഞത്തിൽ പങ്കാളികളാകുവാൻ എലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി ജേക്കബിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു.
ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യമോൾ, മെമ്പർമാരായ ആശാമോൾ, സെൽവി വിൽസൺ, ദീപ കെ പിള്ള, ഷേർലി അന്ത്യംകുളം, മാത്യു, ഷാജി എസ്, സരീഷ് കുമാർ MR, സിനിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു. എലിക്കുളം പഞ്ചായത്തിലെ നിരവധി ആളുകൾ മരിയ സദനത്തിൽ ചികിത്സയിലുണ്ടെന്നും ഒരിക്കലെങ്കിലും ആർക്കെങ്കിലും വേണ്ടി മരിയ സദനത്തിൽ വിളിക്കാത്തവരായി ആരുമില്ലെന്നും യോഗം അഭിപ്രായപ്പെട്ടു. അതൊരു നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെയാണെങ്കിൽ നമ്മുടെ ജയിൽ പാലിയേറ്റീവ് നമ്മുടെ പഞ്ചായത്ത് നന്നായിട്ട് നടക്കുന്നുണ്ട്. 176ഓളം കിടപ്പ് രോഗികൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഉണ്ട്. അതിൽ ഏറ്റവും 72ഓളം പേര് വേറെ ഒരു മാർഗമില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നവരാണ്. ഇതൊരു വഴിക്ക് നിൽക്കുന്നതോടൊപ്പം തന്നെ പല വീടുകളിലും പ്രായമുള്ളവരുടെ എണ്ണം 7200ഓളം പേര് പ്രായമുള്ള ആളുകളാണ്. അവരുടെ ഇവിടെ പറഞ്ഞ പോലെ പല ആളുകളും അവരുടെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വിദേശത്താണ്. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന് ദയനീയമായ ഒരവസ്ഥയാണ്. ഈ ഒരു ധനസമാഹരണ യജ്ഞം വിജയിപ്പിക്കുന്നതിനായി വാർഡ് കൂട്ടായ്മകളും വാട്സാപ്പ് കൂട്ടായ്മകളും അനുബന്ധ യോഗങ്ങളും നടത്തുവാനും മരിയ സദനത്തിന്റെ നിലനിൽപ്പിനായി ആവശ്യമായതെല്ലാം ചെയ്യാമെന്ന് യോഗം ഉറപ്പു നൽകുകയും ചെയ്തു. മനോരോഗികളായ ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധന മൂലം മരിയ സദനം നേരിടുന്ന സാമ്പത്തികവും സ്ഥലപരിമിതി മൂലമുള്ള പ്രശ്നങ്ങൾക്ക് കൈത്താങ്ങാകുവാനുമാണ് ജനകീയ കൂട്ടായ്മ നടന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. ദേശീയ രക്തദാന ദിനാചരണം നടത്തി. പാലായിൽ നടന്ന ജില്ലാതല പരിപാടി ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തു. ദേശീയ രക്തദാന ദിനത്തോടനുബന്ധിച്ച് ഷിബു തെക്കേമറ്റം 125ാം തവണയും രക്തം ദാനം ചെയ്തു. 3 മാസത്തിലൊരിക്കൽ പ്രതിഫലേച്ഛയില്ലാതെ എല്ലാ യുവജനങ്ങളിലും രക്തദാനം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടക്കുന്ന ദിനാചരണത്തിൽ 125 തവണ രക്തം ദാനം ചെയ്ത ഷിബു തെക്കേമറ്റം ഉത്തമ മാതൃകയാണെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ജോസ് കെ മാണി MP അഭിപ്രായപ്പെട്ടു. ഓരോ രക്തദാനത്തിലൂടെയും നമ്മുടെ ജീവനും ആയുസ്സും മറ്റുള്ളവരിലൂടെ ദീർഘിക്കുകയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഞങ്ങളെ ബന്ധപ്പെടുന്നതും അതിനുവേണ്ടി സന്നദ്ധയോടുകൂടി മുന്നോട്ട് ഓടി വരുന്നതും യുവാക്കളാണ്, വിദ്യാർത്ഥികളാണ്. ഇന്ന് വളരെയധികം സന്തോഷമുള്ള സൂചിപ്പിച്ച പോലെ യുവാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികൾ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അഭിമാനകരമാണ്. ഞാൻ എല്ലാവർക്കും എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊള്ളുന്നു. ഇവിടെ മറ്റൊരു പ്രത്യേകതയുള്ളത് നമുക്കറിയാവുന്നതുപോലെ ഷിബു തെക്കേമറ്റം അദ്ദേഹത്തിൻ്റെ 125ാം പ്രാവശ്യമാണ് ഇപ്പോൾ രക്തം കൊടുക്കുന്നത്. പാലാ കേന്ദ്രീകരിച്ച് കോട്ടയം ജില്ലയിൽ ഒരു രക്തദാന വിപ്ലവം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ മാണി സി കാപ്പൻ MLA പറഞ്ഞു. പരിപാടിയോടൊപ്പം നടന്ന 125 പേർ പങ്കെടുത്ത രക്തദാന ക്യാമ്പ് ഷിബു തെക്കേമറ്റം രക്തദാനം നടത്തി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന് കോട്ടയം ജനറൽ ആശുപത്രി, പാലാ മരിയൻ ആശുപത്രി, കോട്ടയം SHM മെഡിക്കൽ സെന്റർ, ഭരണങ്ങാനം IHM ആശുപത്രി എന്നിവ നേതൃത്വം നൽകി. പാലാ സെന്റ് തോമസ് കോളേജ്, സെന്റ് തോമസ് BEd കോളേജ്, പാലാ സെന്റ് മേരീസ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പാലാ ഗവൺമെന്റ് പോളിടെക്നിക്, സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ്, സെന്റ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ് കോളേജ്, പാലാ ട്രോണിക്സ് ITI തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തത്. പാലാ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരത്തൽ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ N പ്രിയ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ് സുകുമാർ എന്നിവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജോസ്മോൻ മുണ്ടക്കൽ, രാജേഷ് വാളിപ്ലാക്കൽ, മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. സ്വച്ഛതാ കി ക്യാമ്പയിനിന്റെ സമാപനവും മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഉദ്ഘാടനവും ഇടപ്പാടി സ്കൂളിൽ നടന്നു. ഇതോടനുബന്ധിച്ച് ഇടപ്പാടി ഗവൺമെന്റ് LP സ്കൂൾ കോമ്പൗണ്ടും പരിസരവും ശുചീകരിച്ചു. കുടുംബശ്രീ, ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് ഹോട്ടൽ മാനേജ്മെന്റ്, NSS യൂണിറ്റ് എന്നിവ സംയുക്തമായാണ് ശുചീകരണം നടത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഹാത്മജിയുടെ സ്മരണയിൽ ഗാന്ധി ജയന്തി ദിനാഘോഷം. രാഷ്ട്രപിതാവിന്റെ ഘാതകന്റെ പ്രതിമ സ്ഥാപിച്ച് രാജ്യത്ത് ചിലർ ആരാധിക്കുന്നത് വേദനാജനകമെന്ന് മന്ത്രി VN വാസവൻ. കോട്ടയം KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ് പിന്നോട്ടുരുണ്ടു. പ്രസ് ക്ലബിന്റെയും PWD ഓഫീസിന്റെയും മതിൽ ഇടിച്ചു തകർത്തു. അപകടമുണ്ടാകുന്നത് 2ാം പ്രാവശ്യം. വല്യന്നം എഴുന്നള്ളി. നീലംപേരൂർ പടയണിക്ക് അനുഗ്രഹീത സമാപ്തി. അനുഗ്രഹം തേടാൻ ആയിരങ്ങൾ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.